ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മളിന്നൊരു വെറൈറ്റി വീഡിയോ ഇടണം വന്നേക്കണം. നമ്മളിന്ന് ബസ് മീറ്റർ ഇന്തോനേഷ്യയിൽ ജയഗുരു എടുത്തിട്ട് നേരൊരു വെറൈറ്റി ട്രിപ്പ് പോകാൻ പോണേണ്. ഓക്കെ, നമ്മളങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ പോകുന്നത് മലയേക്കുള്ളൊരു സ്ഥലമാണ്. പേര് ഞാൻ നോക്കാൻ മറന്നു. ആ ഫോട്ടോയിൽ ചെറിയൊരു കുത്തുമലയൊക്കെ കണ്ടപ്പോൾ ഞാൻ അതങ്ങോട്ട് മാർക്ക് ചെയ്ത് ഇട്ടതാണ്. പിന്നെ ഗൈസ്, എൻ്റെ കൺട്രോൾ ഒരു ഇതിലിട്ടോ, അതുകൊണ്ടാണ് എനിക്ക് ഇടിക്കാറൊക്കെ തോന്നുന്നു. പറഞ്ഞേ ഉള്ളൂ ഇടിച്ച്. ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് റിവേഴ്സ് എടുത്ത് നമ്മൾ നേരെ പോണേന്. ഓക്കെ, പിന്നൊരു പ്രശ്നമില്ല, നേരെ നമ്മുടെ സ്പോട്ടിലിടാൻ നേരെ അങ്ങോട്ട് പോകാം. പിന്നെ വീഡിയോ കാണാതെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ ഗൈസ്, നമ്മൾ പകുതിയായിട്ടുണ്ട്. കുറച്ച് നട്ട് പോയി കഴിഞ്ഞാൽ സ്ഥലമുണ്ട്, നല്ലൊരു സ്ഥലമുണ്ട്. അതൊരു കൃഷികളും ഒരു അടിപൊളി സ്ഥലമാണ്. എല്ലാവരും ഒന്ന്, ഞാൻ വേറെ വീഡിയോയിൽ പിന്നെ മാപ്പ് ഇടാം, അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കയറി കാണുക. ഓക്കെ, നേരെ എന്താ പറയുക, പറഞ്ഞേ പറഞ്ഞോണ്ടിരിക്കുന്നു, പറയാനൊന്നും കിട്ടുന്നില്ല. ഇത് കണ്ടാണ് ഗൈസ്. അതുകൊണ്ട് ഇതെന്താണ് പാലുമില്ലാത്ത വെറുതെ ഏറിയിരിക്കുന്നു. ഇത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളിത് കണ്ടു, നമ്മുടെ വണ്ടി ഭാഷയൊന്നും അത്ര ഇല്ല. ഇന്നിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ ഇത് കളിച്ചത് നിങ്ങൾക്ക് വേണ്ടി കൺഫ്യൂഷനാണെങ്കിൽ ഞാൻ ഇന്ന് ഒരു ദിവസം ഇതേപോലെ ബസ് എങ്ങനെയാണ് എടുക്കണേന്നുള്ള വീഡിയോ ഇടാം. നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഗെയിമൊക്കെ ഞാൻ കളിക്കുക. അതിന് നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ലൈക്കും സബ്സ്ക്രൈബും പിന്നെ ചെയ്താൽ മതി. ഒരാളെങ്കിലും ഒരു സബ്സ്ക്രൈബറും ഒരു ലൈക്കും തന്നെയാണെങ്കിൽ നിങ്ങൾ പറയണം ഞാൻ ഗെയിം കയറ്റാം. പക്ഷേ എൻ്റെ ഫോണിൽ റണ്ണാണ ഗെയിമാണെങ്കിൽ ഞാൻ കയറ്റാം. ഫ്രീ ഫയർ എന്ന് പറഞ്ഞാൽ ഇതിൽ പിന്നെ കയറ്റാൻ പറ്റും, പക്ഷെ കയറ്റാനൊക്കെ പറ്റും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫ്രീ ഫയർ ഞാനിപ്പോൾ കളിക്കുന്നതാണ് നമ്മളെ ഫോൺ. എനിക്കൊരു സ്വന്തം ഫോൺ ഉണ്ടായതാണെങ്കിൽ ഒരു ഉപകാരവുമില്ല. അപ്പോൾ നമ്മളെ ഫോണിലാണെങ്കിൽ ഫ്രീ ഫയർ വരും കളിക്കണം എന്ന് പറഞ്ഞില്ല. ഈ ഗെയിം തന്നെ ഞാൻ ഒരു കണക്കിനാണ് നിങ്ങളുടെ മുന്നിൽ കളിക്കാൻ വേണ്ടി വീഡിയോസ് വെക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ എനിക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒരു ഗെയിം കാണാണ്ട് കളിക്കാം. അമ്മ ഇല്ലാത്ത സമയത്താണ് ഞാൻ ഗെയിമിൻ്റെ വീഡിയോ എടുക്കുന്നത്. പിന്നെ അമ്മ ഉള്ളപ്പോഴാണ് ഇതേപോലെ ഞാൻ റെക്കോർഡ് ചെയ്ത് ശരിയാക്കി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലായില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ ഗെയിമൊക്കെ കേട്ടാൽ എനിക്ക് ഞാൻ നിങ്ങൾ പറഞ്ഞ ബസ്സോ അങ്ങനെ എന്താണെന്നും പറഞ്ഞു. പബ്ജി ഒരിക്കലും പറയരുത്, അത് ചെയ്യേണ്ടത് കൊല്ലും. പബ്ജി ഒന്നും കളിക്കരുതെന്ന് പറഞ്ഞേക്കടേട്ടെ. ഒരാഴ്ച എനിക്ക് സ്വന്തമായിട്ടൊരു ഫോണുണ്ടായി. അന്ന് എനിക്കൊന്നും അറിയാൻ പാടില്ല. ആ സമയത്ത് ഞാൻ ഒരു ഗെയിം കളിക്കണമെന്നും പറഞ്ഞ് ഫയർ ഗെയിം എന്നും പറഞ്ഞ് അടിച്ചെടുത്തിട്ട് പക്ഷേ എനിക്കന്ന് അടിക്കാനൊന്നും അറിയില്ല. ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞപ്പോൾ ഇല്ലേ പബ്ജി ഇല്ലേ ഞാൻ കണ്ട്. അപ്പം തന്നെ ഞാൻ ടൗണിൽ അതിൽ ഞാൻ MP എന്തോ എനിക്ക് നോക്കാൻ അറിയാം. ആ സമയത്ത് അത് 200 1 GB കളിച്ച്. ഞാൻ വിചാരിച്ചു 1 MB ആണെന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കയറ്റി കളിച്ചത് മോനെ ഒടുക്കത്തെ ലാഗ്. പക്ഷെ എനിക്ക് മനസ്സിലുണ്ടാവും പബ്ജി ആണെന്ന് ഒടുക്കത്തെ പുല്ലും കുറേയൊക്കെ ഞാൻ വളർന്നുകൊണ്ട് എനിക്ക് മനസ്സിലായി. അപ്പം തന്നെ പിന്നെ ഫോണൊന്നും പോണാറില്ല. പിന്നെ കുറച്ച് നേരം വെച്ച് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഓണാക്കി. അപ്പോഴത്തേക്ക് നമ്മൾ ഫോണ് റെഡിയായി. ഏതാണ് സ്പോട്ടിൽ നിർത്തി നോക്കാം. ഇവിടെ നിർത്താം. ഇപ്പോൾ ഇത് ഇറങ്ങി നോക്കിയാ കിട്ടില്ല സ്പോട്ടല്ലേ. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കൊടുത്തേക്കണ മാപ്പൊന്നുമല്ല കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ മോഡല്ല ഈ മാപ്പ്. ഇത് ഞാൻ ഇതിൽ ബസ് മീറ്ററിലുള്ള മാപ്പ്. ഉള്ളു കളിക്കാൻ പറ്റുന്നില്ല. വേറെ വീട്ടിൽ ഞാൻ ചോദിക്കുന്നത് ഉള്ളു കളിച്ചത്. അവിടെ അരികിൽ ചതവൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ വണ്ടി എടുക്കാം. വെറുതെ വൈപ്പർ ഓണാക്കിട്ടേക്ക് ലൈറ്റ് എന്തിനാ ഓണാക്കണം? അതോ
റോഡിലൂടെ വണ്ടിയൊക്കെ വരുന്നുണ്ട്. വണ്ടി പിന്നെ റോഡാകുമ്പോൾ വണ്ടിയാണ് ഞാൻ പറയാം. നമ്മൾ ഞാൻ പറഞ്ഞതിൻ്റെ സ്പോട്ട് ചെയ്തത് എത്താറായിട്ടുണ്ട്. കുറച്ചുകൂടി ഇപ്പോൾ ഇങ്ങനെ മല അങ്ങോട്ട് കയറി കുറച്ച് ഒരുപാട് ഇച്ചിരി കൂടി ഇതിൽ പോകണം. ഓക്കെ, നമുക്കിവിടെ നെക്സ്റ്റ് മാപ്പിലോട്ട് ലോഗിങ് ആണ്. ഓക്കെ, ഈ മാപ്പിലാണ് നമ്മുടെ സ്പോട്ട് ചെയ്താലും എന്താണ് ഞാൻ പകുതിക്ക് വെച്ച് വേറൊരു എന്തായാലും അത് മാപ്പ് ലോഡിങ് ആണ്. ഓക്കെ, എല്ലാവരും നേരെ നമുക്ക് കയറി പോകാം. ബേസ് ഇതാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഞാൻ പറഞ്ഞ സ്പോട്ട്. ഏതാ മല കിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരാളെ പറ്റില്ല. എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ വെറുതെ അതിൽ കുറച്ച് കുത്തുമ്പരാണെന്ന് പറഞ്ഞ് അത് അവസാനിക്കുന്ന സ്ഥലം വരെ ആയിട്ട് ഇവിടെ ഏതാണ് ഇത് എൻ്റെ മോനെ. ഒരുപാട് മലകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ സ്പോട്ട് അറിയുമോ? എനിക്ക് കമ്പനി എടുത്താൽ യെസ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഗെയിമിങ് എല്ലാം വേണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ ആരെയും പറ്റിക്കത്തൊന്നുമില്ല. എന്നുവെച്ചാൽ ഇതിന് മുമ്പ് ഞാൻ ഇതേപോലെ പ്രസിഡന്റ് ഇന്ത്യയുടെ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇത് പറഞ്ഞേച്ചു. ഫ്രാഗിൻ്റെ ഒരു വീഡിയോ ഇടുന്നു. ഫ്രാഗിൻ്റെ അതിൻ്റെ വീഡിയോ ഇടുമെന്ന് പറഞ്ഞാൽ ഞാൻ അതേപോലെ തന്നെ ഇടുകയും ചെയ്തു. ഞാൻ കുറച്ച് ഗെയിമൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ പറയുകയാണ്, എനിക്ക് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഗെയിം ഇപ്പോൾ ഉറപ്പായിട്ട് ഞാൻ എടുക്കുമായിരിക്കും. ഒരിക്കലും മാർക്കുണ്ട് ഇച്ചിരി ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എനിക്കെന്ത് സ്നേഹിതം എടുത്തങ്ങോട്ട് കൊണ്ടുപോകാം. ഗെയിം പൊട്ടന്മാർ വണ്ടി എടുത്ത് ഉടനെ അങ്ങോട്ടാണ് നേരെ നമുക്ക് നേരെ പോകാം. ഓക്കെ, എൻ്റെ ഫോൺ അത്ര ലാഗൊന്നുമില്ല. പക്ഷെ ചൂടായി കഴിഞ്ഞാലാണ് ലാഗ് കേട്ടോ. ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലാഗടി കളിക്കാൻ പറ്റൂല. ഇത് വിവോ Y27 ആണ്. 29 എങ്ങാണ്ടുമാണ്. നല്ല ഇതാണ്, ലാഗൊന്നും ഇല്ല. പക്ഷേ ചൂടായി കഴിയുമ്പോൾ ലാഗ്. ഞാൻ പറയാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം നിങ്ങളോട്. എന്നുവെച്ചാൽ നിങ്ങളിപ്പോൾ എന്നെപ്പോലെ ഒരുപാട് യൂട്യൂബേഴ്സില്ലേ. ആ യൂട്യൂബേഴ്സില്ലേ ഇങ്ങനെയാണ് വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് വീഡിയോ ഇല്ല, ഒരു വ്യൂസ് പോലും നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബിൻ്റെ ഉണ്ടോ ഒരു വ്യൂസ് ഒന്നും കൊടുത്തെങ്കിലേ അവർക്ക് അത്രയും സന്തോഷമാണ്. നിങ്ങൾ ആ വ്യൂസ് ഒന്നും കൊടുക്കാണ്ട് നിങ്ങളിങ്ങനെ കാണുകയാണെങ്കിൽ കാണാണ്ട് മെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാവുള്ളൂ. എന്ന് വെച്ചാൽ അവരത്രയും കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് വോയിസ് ബാർ കൊടുത്ത് ഒരുപാട് കഷ്ടപ്പാടൊക്കെ അപ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അത് നിങ്ങളുടെ പ്രാവശ്യം നിങ്ങൾക്ക് അതിനകത്ത് അനുഭവം ഉണ്ടെങ്കിൽ എന്ന് പറയുക. എന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണില്ല. ഇനി ഞാൻ കണ്ണിൽ കാണുന്ന എല്ലാ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഞാൻ കാണാം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ അനുഭവം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഒരു യൂട്യൂബ് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഭയങ്കര പ്രതീക്ഷയായിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് എത്ര സബ്സ്ക്രൈബറാണ് അപ്പോൾ ഇങ്ങനെ പ്രതീക്ഷിക്കും. പക്ഷേ അതിന് കഷ്ടപ്പാട് വേണം. കഷ്ടപ്പാടില്ല, ഒരു വ്യൂസ് ഒരു സബ്സ്ക്രൈബർ നമ്മൾ അത്രയും നല്ല ഭംഗിക്ക് ചെയ്താൽ പോലും ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ കാണില്ല. നമ്മളെ കഷ്ടപ്പാടെല്ലാം നമ്മൾ ഒന്ന് അറിയണം. എന്നിട്ട് നമ്മൾ നമ്മളെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം. നിങ്ങൾ പക്ഷേ അതിലൂടെ താഴെ വെക്കും. നിങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അത് സംഭവിക്കണം. ഇപ്പോൾ ആ പുള്ളിക്കാരൊക്കെ ചെയ്തിട്ട് ഞാൻ ഒരാളുടെ വീഡിയോ ഉണ്ട്. അയാളാണെങ്കിൽ ഇല്ലേ അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ അയാളുടെ വീഡിയോ ഒക്കെ ഇല്ലേ 7 വ്യൂസ്. എന്താണ് എൻ്റെ വീഡിയോ ആണ് എല്ലാവരും പ്ലീസ് എനിക്ക് എല്ലാവർക്കും വേണ്ടി ഒരു സബ്സ്ക്രൈബ് ഒരു ലൈക്കിങ് ഇടുകയാണെങ്കിൽ അവർക്കത് എന്തോരം സന്തോഷമാവുന്ന. നിങ്ങളുടെ ആ ഒരു ലൈക്കില്ലേ അതായിരിക്കും അവർക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും. നിങ്ങളുടെ പ്രതീക്ഷ അവരുടെ അതാണ്. എനിക്കിപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ടു ഒരു ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഒരു ലൈക്കെങ്കിലും കിട്ടിയല്ല
ഒരാൾ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ വ്യൂസ് എന്ന് പറഞ്ഞാൽ 42 3 വ്യൂസ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു വീഡിയോ ഇട്ടു, ഒരു വരച്ചിട്ട് അതിനെ ഒന്ന് ഇതാക്കുമ്പോൾ അത് വേറെ ഫോട്ടോ വന്നു. ഞാൻ ഇട്ടതിന് ട്യൂഷൻ പോയി വന്നപ്പോൾ അതിന് 1K വ്യൂസ്. എനിക്ക് നല്ല സന്തോഷമായി. ആദ്യമായിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നത്. കിട്ടില്ല ഷിറ്റ് ഗൈസ്. എനിക്ക് അനങ്ങണമൊന്നുമില്ല കേട്ടോ. ഫോൺ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. അത് തന്നെ കേട്ടോ അനങ്ങ. ശരി ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എനിക്കതങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേറെ ഏതൊരു വീഡിയോ കൂടി ഇട്ട്. വേറെ ഏതൊരു വീഡിയോ ഇട്ട്. അപ്പോൾ അതിനും 1K വ്യൂസ്. എനിക്ക് വളരെ വളരെ സന്തോഷമായി. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസൊക്കെ അങ്ങോട്ട് ഇടാമെന്നൊക്കെ പറഞ്ഞ് ഒരു ഗെയിം പ്ലേ വീഡിയോ ഇട്ട്. പിന്നെ അത് ഇട്ടതിന് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ അതൊരു വീട് കളിക്കണം. ആ സമയത്ത് എനിക്ക് സെർച്ച് ചെയ്യേണ്ട എവിടെയാണെന്നൊന്നും അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ 2004 തുടങ്ങിയത്. അത് 100 സബ്സ്ക്രൈബർ ആകാനായിട്ട് അത് പോയി. എനിക്കൊരു അക്കൗണ്ട് ഉണ്ടായി, കോക്കാറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഫയർ അക്കൗണ്ട്. ആ അക്കൗണ്ടിൽ പോയിട്ടില്ല. എന്തോ രജിസ്റ്റേർഡ് അക്കൗണ്ട് ഇല്ലേ, അത് പോയല്ലോ. അപ്പോൾ എൻ്റെ അക്കൗണ്ടും അങ്ങനെ പോയി. യൂട്യൂബ് ചാനലൊക്കെ പോയി അടിച്ചു പോയി. പിന്നെ ആ യൂട്യൂബ് ചാനലും പോയി. പിന്നെ ഇപ്പോൾ എൻ്റെ അമ്മയുടെ ഫോണിൽ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മൾ പറഞ്ഞ് നമ്മളുടെ സ്പോട്ട് എത്തിയിരിക്കുകയാണ്. ഏതാ ഈ വണ്ടിക്കൊക്കെ നീന്താണോ പിന്നെ ഒരു കാര്യം പറയാം. എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഈ നമ്മുടെ എന്താണ് കേരള ട്രാഫിക് മോഡില്ലേ, അത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കേട്ടിട്ടേ കേട്ടിട്ടുള്ള ഒരുപാട് ലിങ്കായി. പഴയ സാധനങ്ങളൊന്നുമില്ല, കുറേ ലിങ്ക് കയറി വന്നു. പിന്നെ എനിക്ക് അരിശം കയറി. ഞാൻ പിന്നെ എല്ലാം ഡിലീറ്റ് ചെയ്ത് ചെയ്യണം. നമുക്ക് ഒരുപാട് സാധനങ്ങൾ എടുക്കാൻ പറ്റാണ്ടായി. ഭയങ്കര സങ്കടമായി. ഇപ്പം അതായിരുന്നു എനിക്ക് ഞാൻ ട്രാഫിക് മോഡ് കയറ്റാത്ത. ഈ സ്ഥലത്തൊന്നും ഇടുന്നുണ്ടല്ലോ, അത് ഏതാണോ നമ്മുടെ വീഡിയോ ഇത്ര കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം.